ഞാനിത് പറയണത് നിങ്ങൾ അടിവരയിട്ട് വെച്ചു. നമുക്കൊരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു നല്ലൊരു പി ആറിനെ മാത്രം മതി. നമുക്കൊരാളെ ഉയർത്തണമെന്നുണ്ടെങ്കിലും നല്ലൊരു പി ആറിനെ മാത്രം മതി. നമുക്കിപ്പോൾ ഒരു 10 നമ്മുടെ മെറിറ്റെങ്കിൽ 100 കാണിക്കാൻ, ഇത് 100 കണ്ടാലാണ് ഓക്കെ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മുടെ 10 എന്തെങ്കിലും കാലത്ത് വരുമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നൊരു സ്പേസ്. അതായത് വേറൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഹൈദരാബാദ് പോയപ്പോൾ ഒരു പ്രോമിനൻറ്റ് ക്യാമറമാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തെലുങ്കിലും വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 2 കൊല്ലമായിട്ട് ഷെയ്ൻ്റെ കോണ്ടാക്ട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലാണ്. അതായത് അയാൾക്കൊരു പടം പ്ലാൻ ചെയ്യാൻ വേണ്ടി 2 കൊല്ലമായിട്ട് ഇവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെ അടുത്തും എൻ്റെ നമ്പർ ചോദിച്ചിട്ട് കിട്ടിയില്ലാണ്. കൊടുക്കാത്തതാണോ കിട്ടാത്തത്? പിന്നെ എൻ്റെ നമ്പർ കിട്ടാൻ എത്ര എൻ്റെ വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ടീം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നമ്പർ ചോദിക്കുമ്പോൾ അവരോട് പറയാം, അയ്യോ വേണ്ട, ഇതാണ് അതിനകത്ത് സംഭവം. ഞാൻ പറയുന്നത്, എനിക്കിതിനകത്ത് ഞാൻ പറയുന്നത് നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരൊന്നും അല്ല. നമ്മൾ എല്ലാവർക്കും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ചിലരുടെ പ്രശ്നങ്ങൾ മാത്രം എന്തുകൊണ്ട് പ്രൊജക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. ഷെയ്ൻ ഏതൊരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് തോന്നിയത് എനിക്കെതിരെ ഒരു ടീം, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു ടീമോ അല്ലെങ്കിൽ ഒരു ടീം എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ടീം ഉണ്ടെന്നുള്ളതല്ല, ഇതെല്ലാം ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫാക്ട്സ് ആണ്, എന്റെ ലൈഫിൽ അനുഭവിച്ചു. ഇതൊന്നും ഞാൻ പറയണ ഒരു ടീമിൽ നമുക്ക് മനസ്സിലാക്കാലോ, ആരൊക്കെയോ എന്തൊക്കെയോ എവിടത്തെ നിന്നൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആവണമെന്നില്ല. അതിങ്ങനെ ഈ പറഞ്ഞ മാതിരി ഒരാൾ പറഞ്ഞ് അടുത്ത ആൾ കേട്ടു, അടുത്ത ആൾ അങ്ങനെ ഇപ്പൊ നമ്മളോട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുൻധാരണയിലുള്ള ഒരു ചിന്താഗതിയായിരിക്കും. മെയിൻ മുൻധാരണയാണ് ഇയാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു ചിന്താഗതിയായിരിക്കും. അത് ഈ ആരൊക്കെ കൂടി ഉണ്ടാക്കി വെച്ചൊരു സാധനത്തിൽ നിന്ന് അങ്ങനെ ഈ പറഞ്ഞ ഒരു PR വർക്ക് ചെയ്യുന്ന അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ഷെയ്ൻ സിനിമയിലേക്ക് വന്ന സമയത്ത് ആരെങ്കിലും ഒരു ഷെയ്ന്റെ വളർച്ചയിൽ ഒരു പേടി അങ്ങനെയൊക്കെ ചിലപ്പോ ഞങ്ങൾ ഈ പടം ചെയ്തപ്പോ എന്നോട് കുറെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. എന്നോട് കുറെ അതുകൊണ്ടാണ് ഷെയ്നാണ് ഷൂട്ടിൽ നിങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ടോന്നൊക്കെ. ഇല്ല, അഭിനയിക്കാൻ വരുന്നതിന് മുമ്പും അഭിനയിച്ചതിന് ശേഷവും ഈ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് എന്തോ ഒരു മറ്റേ ട്രോപ്പ് ഞങ്ങൾ അതേസമയം നമ്മുടെ ടീം ചോദിക്കുന്നത് എന്താണെന്നറിയോ, ദൃഢം പോലത്തെ ഒരു പടം ഇനി എന്നാന്നാണ് എല്ലാവരും ഫോൺ ചെയ്യുന്നത്. ലൊക്കേഷൻ അതേപോലെ പിന്നെ ഒരു ലൊക്കേഷനിലും ആ വൈബ് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും. ഞങ്ങളുടെ നന്ദനുണ്ണി, വിനോദ് ബോസ്, ഒരു ടീമുണ്ട്, കോട്ടയം രമേശ് ചേട്ടൻ, കൃഷ്ണപ്രഭ, അവരെല്ലാവരും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ ഇടയ്ക്ക് വിളിക്കുക, ചേട്ടാ അതുപോലത്തെ ഒരു പടം പിന്നെ ചെയ്യാൻ. നമ്മൾ ശരിക്കും ഒരു എന്താ പറയാ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. അതെ, അങ്ങനെ വേണം പറയാനായിട്ട്.